أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കണം, പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരവധി സൃഷ്ടികളിൽ ഏറെ ശ്രേഷ്ഠതയും സവിശേഷതയുമുള്ള അവന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശ്രേഷ്ഠത കൈവരിക്കാൻ അവന്റെ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കാൻ, പാലിക്കുവാൻ നിർബന്ധമായ സ്വരത്തിലും ഐച്ഛികമായ അഥവാ സുന്നത്തായ രീതിയിലുമൊക്കെയുള്ള കുറെ കൽപ്പനാ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളിൽ നിന്നും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ഉന്നതമായ മനുഷ്യൻ അല്ലാഹു തആല നൽകിയ ഉന്നതമായ പദവിക്ക് അവൻ അർഹനാകുന്നത്. നമ്മുടെ ദീൻ പരിശോധിച്ചാൽ ജീവിതത്തിന്റെ മുഴുമേഖലകളിലും അവൻ അനുഷ്ഠിക്കേണ്ടുന്ന, പാലിക്കേണ്ടുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള ആദാബുകൾ, മര്യാദകൾ നമുക്ക് കാണാൻ പറ്റും. അത് ശത്രുക്കൾക്ക് പോലും ബോധ്യപ്പെട്ട കാര്യമാണ്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ശത്രുപക്ഷത്തുള്ള ഒരാൾ ചോദിക്കുകയാണ്, ഖദ് അല്ലമക്കും നബിയ്യുക്കും കുല്ല ശൈഇൻ, നിങ്ങളുടെ പ്രവാചകൻ സർവകാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് ഒരു ശത്രു ചോദിക്കുമ്പോൾ മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു അതിന് നൽകുന്ന മറുപടി, അതെ, ഹത്തൽ ഖിറാഅ വരെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖിറാഅ എന്ന് പറയുന്നത് മലമൂത്ര വിസർജന മര്യാദകളാണ്. അതുവരെ ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. മനുഷ്യൻ പ്രാഥമികമായി നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ പോലും അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന്, അതിന്റെ മര്യാദകൾ എങ്ങനെയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും പാലിക്കേണ്ടുന്ന 5-6 മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. വസ്ത്രധാരണ രീതി, സംസാര രീതി, ഭക്ഷണ മര്യാദകൾ എന്ന് തുടങ്ങി ആദാവുമായി ബന്ധപ്പെടാത്ത ഒരു മേഖലയും നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അദബ് എന്ന് പറയുന്നതിന്, മര്യാദ എന്ന് പറയുന്നതിന് അവർ നൽകിയ നിർവചനം ഇജ്തിമാഉ കുല്ലിൽ ഖൈരി ഫിൽ അബ്ദ്, സകലമാന നന്മകളും ഒരു അടിമയിൽ സമ്മേളിക്കുന്നതിനാണ് അദബ് എന്ന് പറയുന്നത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ അദബുകളെ നമുക്ക് മൂന്നായി നമ്മൾ തിരിക്കുന്നതല്ല, ഹദീസുകളുടെ വെളിച്ചത്തിൽ
പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ അതിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് ദാഇയായി നിയോഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅത്ബഇ സയ്യിഅതഹൽ ഹസന, ഒരു തിന്മ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അതിനെ തുടർന്ന് നീ നന്മകൾ ധാരാളമായി ചെയ്ത് ആ തിന്മയെ മായ്ച്ചു കളയണം. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നീ നല്ല രീതിയിൽ വർത്തിക്കണം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മര്യാദയെ മൂന്നായി തിരിച്ചിട്ടുള്ളത്. ഒന്ന് അള്ളാഹുവിനോടുള്ള അദബാണ്, അള്ളാഹുവിനോടുള്ള മര്യാദയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദയും അതിൽ ഉൾപ്പെടും. രണ്ട്, നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്വന്തത്തോട് നമ്മൾ കാണിക്കേണ്ടുന്ന മര്യാദകളാണ്. മൂന്ന്, നാം ഇടപഴകുന്ന ജനങ്ങളുമായി നാം പാലിക്കേണ്ടുന്ന മര്യാദകളാണ്. ഇങ്ങനെ അദബുകളെ മൂന്നായി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ട അദബാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട അദബ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ തഖ്വയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് തഖ്വയാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക, അവൻ കൽപ്പിച്ച കാര്യങ്ങളെ പൂർണ്ണമായി ജീവിതത്തിൽ പാലിക്കുകയും അവൻ കൽപ്പിച്ച കാര്യങ്ങളെ ആവും വിധം ജീവിതത്തിൽ പാലിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ എന്നുള്ളത് ഒരു നാലോ മൂന്നോ അക്ഷരമുള്ള ഒരു വാക്കാണെങ്കിലും ദീനിന്റെ ആകത്തുകയാണത്. അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധ സ്വരത്തിലുള്ള കൽപ്പനയാകാം, ഐച്ഛിക രീതിയിലുള്ള കൽപ്പനയാകാം. അഥവാ സുന്നത്തും വാജിബും അവിടെ വന്നു. അത് കൽപ്പിച്ചതാണ്. രണ്ടും ദീൻ കൽപ്പിച്ചത് തന്നെയാണ്. നിർബന്ധമായ കാര്യങ്ങളാണെങ്കിലും കൽപ്പനയാണ്, സുന്നത്തായ കാര്യങ്ങളാണെങ്കിലും കൽപ്പനയാണ്. പക്ഷേ ദറജയിൽ വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രം. ളുഹർ നമസ്കരിക്കാൻ നമ്മോട് കൽപ്പനയുണ്ട്. ളുഹറിന് ശേഷവും മുമ്പുമൊക്കെയുള്ള റവാത്ത് നമസ്കരിക്കാനും കൽപ്പനയുണ്ട്. പക്ഷേ ളുഹർ എന്ന നമസ്കാരം പോലെയുള്ള കൽപ്പനയല്ല ളുഹറിന് ശേഷമുള്ള സുന്നത്ത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സുന്നത്ത് നിർവഹിക്കാനുള്ള കൽപ്പന. അത് രണ്ടും കൽപ്പനയാണെങ്കിലും രണ്ട് ദറജയിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൽപ്പനയിലെ രണ്ട് ഇനങ്ങളും തഖ്വയിൽപ്പെടും. പിന്നെയുള്ളത് അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളാണ്. വിരോധിച്ച കാര്യം എന്ന് പറയുന്നതും രണ്ടെണ്ണമാണ്. അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അത് വിരോധിച്ച ഹറാമായ കാര്യങ്ങൾ, അത് നമ്മളോട് വിരോധിച്ച കാര്യങ്ങളാണ്. കറാഹത്തും വിരോധിച്ച കാര്യങ്ങളാണ്. പക്ഷേ രണ്ടും ദറജയിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. മദ്യപാനം വിരോധിച്ച കാര്യമാണ്, അത് നിഷിദ്ധമാണ്. അത് ഇജ്തിനാബ്, തഖ്വയെ അത് ഒഴിവാക്കുക എന്നുള്ളത് തഖ്വയുടെ ഭാഗമാണ്. ഒരാൾ വലത് കൈ കൊണ്ട് നൽകണം, വലത് കൈ കൊണ്ട് സ്വീകരിക്കണം. ഇത് ദീനിയായ ശറഇൽപ്പെട്ട കാര്യമാണ്. അതിന് വിരുദ്ധമായ ഒരാൾ ഇടത് കൈ കൊണ്ടൊരു സാധനം നൽകുകയോ ഇടത് കൈ കൊണ്ടൊരു സാധനം സ്വീകരിക്കുകയോ ചെയ്യുന്നത് കറാഹത്താണ്, കറാഹത്തിൽപ്പെട്ടതാണ്. ഞാൻ നിങ്ങൾക്കൊരു സാധനം നൽകുന്നുവെങ്കിൽ അത് ഞാൻ വലത് കൈ കൊണ്ട് നൽകണം. ഞാൻ നൽകുന്ന സാധനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ വലത് കൈ കൊണ്ട് സ്വീകരിക്കണം. ഇതാണ് അതിന്റെ മര്യാദ. ഇടത് കൈ കൊണ്ട് സ്വീകരിക്കുന്നതും ഇടത് കൈ കൊണ്ട് നൽകുന്നതും അത് കറാഹത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ ഒഴിവാക്കണം. ഇടത് കൈ കൊണ്ടല്ല സ്വീകരിക്കേണ്ടത്, ഇടത് കൈ കൊണ്ടല്ല നൽകേണ്ടത്. ഇതും നമ്മോട് കൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് കൈ നൽകുവാൻ നമുക്ക് എന്തെങ്കിലും ന്യായമായ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാർ ചെയ്യാറുള്ളത് അവർ ആ സാധനം അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട്, എടുത്തോളൂ എന്ന് പറയും. എന്നാലും ഇടത് കൈ കൊണ്ട് കൊടുക്കുന്ന രീതി അവരിൽ കാണാൻ സാധ്യമല്ല. അപ്പൊ ഇതൊക്കെ തഖ്വയുടെ ഭാഗമാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിനോടുള്ള അദബ് എന്ന് പറയുന്നത് അവൻ കൽപ്പിച്ച കാര്യങ്ങളെ പരമാവധി പാലിക്കുക,
അവൻ വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും വെടിയുക. എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ കൽപ്പിച്ച കാര്യങ്ങൾ പാലിക്കുന്നിടത്തേക്ക് മാത്രമാണ് പരമാവധി എന്ന നിബന്ധനയുള്ളൂ. വിരോധിച്ച കാര്യങ്ങൾ വെടിയണമെന്ന് പറയുന്നിടത്ത് നിബന്ധനയില്ല. വിരോധിച്ച കാര്യങ്ങളെ പൂർണ്ണമായും വെടിയണം. ആവും വിധം കഴിയുന്ന അത്ര വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നൊരു കഴിയുന്ന അത്ര, ആവുന്ന അത്ര, കഴിവിന്റെ പരമാവധി എന്ന നിബന്ധന അവിടേക്ക് ബാധകമല്ല എന്ന് പണ്ഡിതന്മാർ ഹദീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അള്ളാഹുവിനോടുള്ള മര്യാദയുടെ ഭാഗമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ മര്യാദകളെ എണ്ണി പറയുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാർ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അള്ളാഹുവിനോടുള്ള മര്യാദയുടെ ഭാഗമായി പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്. അള്ളാഹിനോടുള്ള അദബ് എന്ന് പറയുന്നത് അവനെ കുറിച്ച് പറയണം, അവനെ കുറിച്ച് അറിയണം എന്നതാണ്. ഇന്ന് ആളുകൾക്കൊക്കെ പൊതുവെ വിവരമുണ്ട്, സാങ്കേതികമായ പരിജ്ഞാനം നല്ലവണ്ണമുണ്ട്, രാഷ്ട്രീയത്തിൽ അറിവുണ്ട്, കലയും കവിതയുമായി ബന്ധപ്പെട്ട ഞാൻ കലയുടെയും കവിതയുടെയും ശർഈയായ വിധി പറയല്ല ഇവിടെ, അതിനെ കുറിച്ചുള്ള അറിവുണ്ട്. എന്നാൽ നിന്നെ സൃഷ്ടിച്ച റബ്ബ് ആരാണ്, ആ റബ്ബിന്റെ നാമവിശേഷണങ്ങൾ എന്താണ്, ആ റബ്ബിനോടുള്ള നിന്റെ കടപ്പാടുകൾ എന്താണ് എന്ന് തുടങ്ങിയ പ്രാഥമികമായും ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോലും അറിയാത്ത, എന്തിനേറെ ജനാപത്തുണ്ടായാൽ കുളിക്കണം എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ നമസ്കരിക്കണമെങ്കിൽ, ഖുർആൻ തൊടണമെങ്കിൽ, ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ വലിയ ശുദ്ധിയായതുകൊണ്ട് കുളിച്ച് വൃത്തിയായിട്ടേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ആളുകളുടെ ശർഈയായ അറിവുകൾ എവിടെ നിൽക്കുന്നു? ഇങ്ങനെയുള്ള അപകടങ്ങളുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമതായി അള്ളാഹുവിനോടുള്ള മര്യാദ എന്ന് പറയുന്നത് അവനെ കുറിച്ച് അറിയലാണ്. അവന്റെ വിശിഷ്ട നാമങ്ങളെ കുറിച്ച് പഠിക്കണം, അസ്മാഉ വസിഫാത്ത് പഠിക്കണം. അത് പഠിച്ച് അവൻ ആരാണെന്ന് അറിയണം. രണ്ടാമത് ഇവിടെ പറഞ്ഞതുപോലെ അവന്റെ ശറഅനെ കുറിച്ച് അറിയണം. അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്താണ് അതറിയണം. അവൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ അറിയണം. ഇതാണ് രണ്ടാമതായി അവനോടുള്ള മര്യാദയുടെ ഭാഗമായി വരുന്നത്. മൂന്നാമതായി വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ മനസ്സോടുകൂടെ പൂർണ്ണമായും സംതൃപ്തിയോടുകൂടി ആ അമൽ ചെയ്യുവാൻ നമുക്ക് കഴിയണം. കുടുങ്ങിയിട്ട് ചെയ്യല്ല. എന്തായാലും അല്ലാഹു കൽപ്പിച്ചതാണ്. നമസ്കരിക്കുമ്പോഴൊക്കെ 5 നേരം നമസ്കാരം അതൊരു ചടങ്ങായി അത് നിർബന്ധിച്ചത് കൊണ്ട് ഇനി ചെയ്യാണ്, ആ രീതിയിലല്ല. അത് മനംനിറയെ മനസ്സറിഞ്ഞ് ആ കാര്യം ചെയ്യാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ കൺകുളിർമ ലഭിക്കുന്നത് നമസ്കാരത്തിലാണ് എന്ന്. ജുഇലതു ഖുർറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺകുളിർമ ലഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ വിധം എല്ലാ ഇബാദത്തും, നമസ്കാരം എന്നല്ല എല്ലാ ഇബാദത്തുകളും ആ വിധത്തിൽ മനസ്സംതൃപ്തിയോടുകൂടെ നിർവഹിക്കാൻ സാധിക്കുക. ഈ ചുരുക്കി പറഞ്ഞ ഈ 3 കാര്യങ്ങളാണ് അള്ളാഹുവിനോടുള്ള അദബ് എന്ന് പറയുന്നത്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബും ഇതിന്റെ ഭാഗമായി വരുന്നതാണ്. അള്ളാഹിനോടുള്ള അദബ് എന്ന് പറയുമ്പോൾ അനിവാര്യമായും അതിൽ ഉൾച്ചേർന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബ് എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മറികടന്ന് ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം, തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. താക്കീതാണ്, താക്കീദിന്റെ സ്വരത്തിലുള്ള ഒരു പരാമർശമാണത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളാണെന്ന നിലക്കാണ് ഇക്കാര്യം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകണമെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് അതിന്റെ ഉദ്ദേശം. അള്ളാഹുവിനെയും റസൂലിനെയും മറികടന്നൊന്നും ചെയ്യരുത്, അള്ളാഹ് പറഞ്ഞതിനെതിരെ ചെയ്യരുത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെതിരെ ചെയ്യരുത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സകല ബിദ്അത്തുകളും അള്ളാഹുവിനെയും റസൂലിനെയും മറികടന്ന് ചെയ്യുന്നതിൽപ്പെട്ടതാണ്. അള്ളാഹ് പറഞ്ഞതിനെതിരാണ്, റസൂൽ പറഞ്ഞതിനെതിരാണ് ഇക്കാര്യങ്ങൾ. അതുകൊണ്ട് ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ മുഴുവൻ അള്ളാഹുവിന്റെ കൽപ്പനകളെ മറികടന്ന് കാര്യം ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആൻ ഈ ആയത്തിന്റെ തൊട്ടു താഴെ പറഞ്ഞിട്ടുള്ള മറ്റൊരു ആയത്ത്, ലാ തർഫഉ അസ്വാതകും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്. അങ്ങനെ ഉയർത്തിയാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമെന്നാണ് ആയത്തിന്റെ ബാക്കി. റസൂലുള്ളാഹിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമെന്നാണ് ആയത്തിന്റെ ബാക്കി ഭാഗമതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരെ ഒരാൾ ചെയ്താൽ, ബിദ്അത്തുകളൊക്കെ അതാണ്, അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകൾക്കെതിരാണ്. അങ്ങനെ ഒരാൾ ചെയ്താലും അവനും ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്നാണ്. എന്ന് മാത്രമല്ല, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞതിനേക്കാൾ സ്വന്തം അഭിപ്രായത്തിന് മുൻഗണന നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെക്കാൾ അവിടുത്തെ വാക്കിനെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് അളന്ന് ഇതെന്റെ ബുദ്ധിയുമായി സമരസപ്പെട്ടു പോകുന്നതല്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ആളുകളും ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നവരാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ, പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയോട് ഒരാൾ മദീനയിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നു, ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? മദീനക്കാരുടെ ഇഹ്റാം ദുൽ ഹുലൈഫയാണ്, അവിടെ നിന്നാണ് താങ്കൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് മറുപടി കൊടുത്തു. ചോദ്യകർത്താവ് പറഞ്ഞു, എങ്കിൽ ഞാൻ ഈ പറഞ്ഞ മീഖാത്തിൽ നിന്നല്ല ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മസ്ജിദുൻ നബവിയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് മീഖാത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, എങ്കിൽ ഫിത്ന ഉണ്ടാകും, കുഴപ്പമുണ്ടാകും. ചോദ്യകർത്താവ് പറഞ്ഞു, ഞാൻ കുറച്ച് കിലോമീറ്ററുകൾ ഇപ്പുറത്ത് വന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൽ എന്ത് കുഴപ്പങ്ങളാണ്? കിലോമീറ്ററുകളെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഫിത്നയും ഫിത്നയല്ലാതെയും ആകുന്നത് എന്ന് ചോദിക്കും. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാന്റെ റസൂല് നിശ്ചയിച്ചു തന്ന ഒരു മീഖാത്ത്, ആ മീഖാത്തിൽ അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാതെ നീ സ്വമേധയാ ഒരു മീഖാത്ത് നിശ്ചയിച്ച്, അവിടുത്തെ കൽപ്പനക്കെതിരായി നീ സ്വമേധയാ ഒരു മീഖാത്ത് നിർണയിച്ച് അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണല്ലോ, അത് തന്നെയാണ് ഫിത്ന. ഇവിടെ റസൂലുള്ളാഹിയുടെ കൽപ്പനക്കെതിരാണ് നീ ചെയ്യുന്നത്. റസൂലുള്ളാഹി നിശ്ചയിച്ചു തന്ന, റസൂലുള്ളാഹി കാണിച്ചു തന്ന മീഖാത്ത് ഒഴിവാക്കിയിട്ട് നീ സ്വയം ഒരു മീഖാത്ത് കണ്ട് അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരെ നീ സ്വയം ഒരു മീഖാത്ത് നിശ്ചയിച്ച് അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിനേക്കാൾ വലിയ കുഴപ്പം വേറെ എന്താണുള്ളത് എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളിൽ നിന്ന് പുറത്തു കിടക്കുന്ന ആളുകൾ, അവരെ ഫിത്നയെ, അള്ളാഹുവിന്റെ റസൂലിനെ കൽപ്പിച്ച ആ വൃത്തത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന ആളുകൾ, അവരെ ഫിത്ന പിടികൂടുന്നത് ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് പറയുന്ന സൂറത്ത് നൂറിലെ ഈ വചനം ചോദ്യകർത്താവിന് ഓതിക്കൊടുക്കുകയും ചെയ്തു. കാരണം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറികടക്കലാണ്. ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ മറികടക്കരുത് എന്നാണ്. അതാണ്. അപ്പൊ റസൂലുള്ളാഹി എന്താണോ കൽപ്പിച്ചത് ആ മര്യാദ അനുസരിച്ച് പോകും. അതാണ് റസൂലുള്ളാഹിയോടുള്ള അദബ്.
മൂന്നാമത് പറഞ്ഞല്ലോ, സൃഷ്ടികളോടുള്ള അദബാണ്. അഥവാ നമ്മൾ പരസ്പരം നമ്മൾ ഇടപഴകുന്ന ആളുകളുമായി നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ. ആളുകളെ അവരോട് മാന്യമായി പെരുമാറുക. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം. യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നതായി അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങളും യാക്കൂബ് നബിയും ഒക്കെ ഈജിപ്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം, ചരിത്രം ദീർഘമാണ്, നമുക്കതറിയാം. ആ ഒരു സന്ദർഭത്തെ, ആ ഒരു പശ്ചാത്തലത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം അല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അവരെയും യൂസുഫ് നബിയുടെ സഹോദരങ്ങളും യാക്കൂബ് നബിയും ഒക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറയാൻ, ഹാദാ തഅ്വീലു റുയായ മിൻ ഖബൽ, ഇത് ഞാൻ മുമ്പ് കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. ഖദ് ജഅലക റബ്ബി ഹഖ്ഖാ, ആ സ്വപ്നത്തെ എന്റെ റബ്ബ് ഹക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ ഈ സഹോദരങ്ങളും യാക്കൂബിനൊക്കെ തന്റെ മുമ്പിൽ വന്ന് നിൽക്കും. അതായിരുന്നു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. അതാണ് ഇപ്പൊ ഇവിടെ പുലർന്നു കഴിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്ന ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വഖദ് അഹ്സന ബി ഇത് അഖ്റജനി മിനസ് സിജ്ൻ, എന്നെ അല്ലാഹു തആല ജയിലിൽ നിന്ന് എനിക്ക് മോചനം നൽകിയ ശേഷം, മോചനം നൽകിയിട്ട് അവൻ എന്നോട് ഒരുപാട് ഇഹ്സാൻ, എനിക്കൊരുപാട് നന്മകൾ അവൻ ചെയ്തു തന്നു എന്നാണ്. അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരുപാട് വർഷം ജയിലിൽ കടന്നിട്ടുണ്ടെന്ന കഥ നമുക്കറിയാം. ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം ഉപയോഗിച്ച വാക്ക് ഇത് അഖ്റജനി മിനസ് സിജ്ൻ, ജയിൽ മോചിതനായതിനു ശേഷം എന്നാണ്. എന്തുകൊണ്ട്? യൂസുഫ് നബി അലൈഹിസ്സലാം അഖ്റജനി മിനൽ ജുബ്ബി, ആ കിണറ്റിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയ ശേഷം എന്ന് പറഞ്ഞില്ല. യൂസുഫിന് ഇവിടെ മുമ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തെ കിണറ്റിലിട്ട സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളോട് യൂസുഫ് നബി അലൈഹിസ്സലാം, നിങ്ങൾ എന്നെ കിണറ്റിലിട്ട ശേഷം അവിടുന്ന് ഞാൻ ഇങ്ങനെ ഒരു പൗരപ്രമുഖന്റെ വീട്ടിലെത്തി, അവിടെ നിന്നാണ് ജയിലിൽ പോയത്, അവിടെ നിന്ന് അധികാരത്തിലെത്തി എന്നൊന്നും പറയാതെ അദ്ദേഹം ഈ കിണറ്റിലിട്ട കഥയെ അദ്ദേഹം പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് അതാ സഹോദരങ്ങളോട് അദ്ദേഹം കാണിച്ച മര്യാദയാണ്. ഇനി പഴയ കഥകളൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടായ, മുമ്പ് കിണറ്റിലിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സഹോദരങ്ങളെ ഇനി വിഷമിപ്പിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം അക്കാര്യം പറയാതിരുന്നത്. ഇതാണ് സൃഷ്ടികളോട് കാണിക്കണമെന്ന് പെരുമാറേണ്ടുന്ന മര്യാദകൾ എന്ന്. ഇങ്ങനെ ഒരാൾ ഈ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ അവന് കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിന്റെ ചുറ്റുമടിയിൽ നിങ്ങൾക്കൊരു വീട് കിട്ടുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അനസഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ അടിയിൽ, അതിന് ഏറ്റവും മേലെയല്ല, അതിന്റെ താഴെ നിങ്ങൾക്കൊരു വീട് കിട്ടും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. അതാർക്കുള്ളതാണ്? ലിമൻ തറക്കൽ മിറ, കുതർക്കം ഒഴിവാക്കുന്നവർക്കുള്ളതാണ്. വെറുതെ തർക്കിക്കുക. തർക്കം എന്ന് പറയുന്നത് 2 തരമുണ്ട്. അത് ദീൻ അനുവദിച്ചതുമുണ്ട്, ദീൻ വിരോധിച്ചതുമുണ്ട്. ഒരു സത്യം വെളിപ്പെടാൻ വേണ്ടി ന്യായമായി തർക്കത്തിൽ ഏർപ്പെടുന്നത് ദീൻ വിരോധിച്ച കാര്യമല്ല. നേരെ മറിച്ച് താൻ ജയിക്കണം, എനിക്ക് ജയിക്കണം, ഇവിടെ സത്യം ബോധ്യപ്പെടണം, ആൾക്കാർക്ക് അത് ബോധ്യപ്പെടണം, ആളുകൾ സത്യത്തിലേക്ക് വരണം എന്നുള്ള ഉദ്ദേശ്യം ഒന്നുമല്ല ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെടുന്നവനുള്ളത്. അവൻ മേലെ നിൽക്കണം. ആ രീതിയിലുള്ള കുതർക്കങ്ങൾ ഒഴിവാക്കിയാൽ അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. 2 പറഞ്ഞത് സ്വർഗത്തിന്റെ മധ്യത്തിൽ നിങ്ങൾക്കൊരു വീട് കിട്ടും. അതാർക്കുള്ളതാണ്? ലിമൻ തറക്കൽ കദിബ്, കളവ് ഒഴിവാക്കുന്നവർക്കുള്ളതാണ്. കളവ് പറയാത്ത ഒരു ജീവിതം, അവർക്ക് സ്വർഗത്തിന്റെ മധ്യത്തൊരു വീട് കിട്ടുമെന്നുറപ്പ്. ഇന്ന് കളവ് എന്ന് പറയുന്നത്, കളവ് പറയാനൊന്നും ഒരു മടിയും ലജ്ജയും ആർക്കുമില്ല. അള്ളാഹിനെ കുറിച്ചും അള്ളാഹിന്റെ റസൂലിന്റെ പേരിലൊക്കെ ആളുകൾ കളവ് പറയുന്നില്ല. വളരെ ലാഘവത്തോടുകൂടി കളവ് പറയുന്ന പ്രചരിപ്പിക്കുന്ന കാലമാണ്. പഴയ പോലെയല്ല. ഇന്നൊരു കളവ് അത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകളിലേക്കാണ് അത് എത്തുക എന്ന് പോലും നിർണ്ണയിക്കാൻ കഴിയില്ല.
ആ വിധത്തിലാണല്ലോ ഇന്നത്തെ അവസ്ഥ. അപ്പൊ ആ രീതിയിലുള്ള കളവ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഈ സ്വഭാവം ഒരാൾ ഒഴിവാക്കിയാൽ സ്വർഗത്തിന്റെ മധ്യത്തിൽ അവനൊരു വീട് കിട്ടും. അവസാനം റസൂൽ പറഞ്ഞത് അന സഈമുൻ ഫീ അഹ്ലിൽ ജന്ന ലിമൻ ഹസുന ഖുലുഖു, സൽസ്വഭാവികൾക്ക് സ്വർഗത്തിന്റെ അത്യുന്നതിയിൽ എന്റെ ഏറ്റവും മേലെ ഒരു വീട് കിട്ടും എന്നതാ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. സ്വഭാവം നന്നായ ആളുകൾക്കുള്ളതാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനോടും റസൂലിനോടും നമ്മുടെ സഹജീവികളോടുമൊക്കെ നല്ല രീതിയിൽ വർത്തിച്ചാൽ കിട്ടാൻ പോകുന്ന നേട്ടങ്ങളാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലയോട് ഇത് സംബന്ധമായി ഒരാൾ ചോദിക്കുകയാണ്, ഒരാൾക്ക് ഏറ്റവും പ്രയോജനകരമായ അദബ് ഏതാണ്? അദ്ദേഹം മറുപടി നൽകുന്നത് അംഫഉൽ അദബ് അത്തഫഖുഹു ഫിദ്ദീൻ, ദീനിൽ അറിവ് നേടലാണ്. ദീൻ, അള്ളാഹിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ദീനിനെ കുറിച്ചുള്ള ഫിഖ്ഹ്, അറിവ്, ജ്ഞാനം നേടുക എന്നതാണ്. വസ്സുഹുദു ഫിദ്ദുനിയ, ദുന്യാവിന്റെ പിന്നാലെ വല്ലാതെ ഓടാതെ അതിൽ വിരക്തിയുള്ളവനാകുക. ദുനിയാവിനെ പാടെ അവഗണിക്കണമെന്നല്ല, അത് തന്നെയാണ് പ്രധാനം. അതിനൂന്നൽ നൽകുന്നൊരവസ്ഥ ഇല്ലാതിരിക്കുക. വൽ മഅരിഫത്തു ബിമാ ലില്ലാഹി അലൈക്, നിനക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത, അള്ളാഹുവിനോട് നിന്റെ ബാധ്യത എന്താ? സൃഷ്ടികളായ നമുക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്ത് എന്നറിയൽ, അതൊക്കെയാണ് ഏറ്റവും പ്രയോജനകരമായ അദബ്, മര്യാദ എന്ന് പറയുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ഈ ഫിഖ്ഹ് നേടാൻ കിട്ടുന്ന അവസരങ്ങൾ, ദീനിൽ അറിവ് നേടാൻ കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് പറ്റിയ സന്ദർഭങ്ങളൊക്കെ സാന്ദർഭികമായി ഞാൻ പറയുന്നു, നമ്മുടെ ഈ പള്ളിയിൽ ഉണ്ട്. എല്ലാ മാസവും ഒരു ദിവസം നമ്മുടെ പള്ളിയിൽ, ഇന്നാണത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ അവലംബിച്ചുകൊണ്ട് പഠിക്കാനുള്ളൊരു അവസരം നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട്. അതെല്ലാം പഠിച്ച് റസൂലിന്റെ ചര്യകളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് ജീവിതത്തെ ശരിപ്പെടുത്തുവാൻ സാധിക്കണം. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ തമ്മാനിൽ അക്മലാൻ അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, വാക്കുകൾ വളരെ കരുതലോടുകൂടി ഉപയോഗിക്കേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിലും അവിടുന്ന് ദീൻ പഠിച്ചിട്ടുള്ള സ്വഹാബികളുടെ നടപടിക്രമങ്ങളിലും അവരെ അനുധാവനം ചെയ്ത് ജീവിച്ചിട്ടുള്ള സലഫു സ്വാലിഹീങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറെ കരുതലുണ്ടാവണം. അഖീദ സംബന്ധമായ പരാമർശങ്ങളൊക്കെ നടത്തുമ്പോൾ അതിലേറെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ഞാനത് സൂചിപ്പിക്കുന്നത്, ഒരു ജനതയെ അടച്ച് ആക്ഷേപിച്ച് അവരെല്ലാം കാഫിറുകളാണ്, അവരൊക്കെ ദീനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയതാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളും വാക്കുകളുമൊക്കെ വളരെ അപകടകരമാണ്. ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് ലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ല ബിദംബിൻ മാ ലം യസ്തഹില്ലഹു എന്നാണ്. അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ഒരാളെയും ഒരു പാപം, ഏത് പാപമാകട്ടെ, ഏതെങ്കിലും ഒരു പാപം ചെയ്തതിന്റെ പേരിൽ നമ്മൾ അവരെ കാഫിർ എന്ന് പ്രഖ്യാപിക്കുകയില്ല. ചെയ്യുന്ന പാപം ഹലാലാണ് എന്ന് പറഞ്ഞാൽ ഒഴികെ. ഒരാൾ പലിശക്ക് കൊടുക്കുന്നു, ഉദാഹരണം പറയാം, ഒരാൾ പലിശക്ക് കൊടുക്കുക,
പലിശ കൊടുക്കുക വാങ്ങുന്നില്ല മഹാപാപമാണ് നമുക്കറിയാം. പലിശ കൊടുത്താലും വാങ്ങുകയും ചെയ്താൽ ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകില്ല. അതിന്റെ അർത്ഥം പലിശ നിസ്സാരമാണെന്നല്ല. പലിശക്ക് കൊടുക്കുക വാങ്ങുക എന്ന് പറയുന്നത് വളരെ വലിയ പാപമാണ്. മഹാപാപങ്ങളിൽ റസൂലുള്ള എണ്ണിയതാണ്. എന്നാൽ ആ പാപം ഒരാൾ ചെയ്താൽ അത് ചെയ്യുക വഴി അവൻ കാഫിറായി എന്ന് പറയാൻ പാടില്ല. യുദ്ധം എന്ന് പറയുന്നത് നിഷിദ്ധമായ കൊടിയ ന്യായമായ യുദ്ധമല്ലാത്ത യുദ്ധം ഒരാൾ ചെയ്താൽ അത് മഹാപാപമാണ്. അങ്ങനെ ഒരു പാപം ചെയ്താൽ അവൻ കൊടിയ പാപം ചെയ്തു, പക്ഷെ അയാൾ കാഫിറാണെന്ന് പറയാൻ പറ്റില്ല. ഒരാൾ വ്യഭിചരിച്ചു, വ്യഭിചാരം നിഷിദ്ധമാണ്. പക്ഷേ വ്യഭിചരിച്ചത് കൊണ്ട് ഒരാൾ കൊടിയ പാപമാവൻ ചെയ്തതെങ്കിലും വ്യഭിചരിച്ചത് കൊണ്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. നേരെ മറിച്ച് പലിശ ഹലാലാണ്, വ്യഭിചാരം ഹലാലാണ്, അതുപോലെ മോഷണം ഹലാലാണ് എന്ന് പറഞ്ഞാൽ നീ എന്ന് പുറത്തു പോകും. കാരണം അള്ളാഹും റസൂലും നിഷിദ്ധമായ ഒരു കാര്യത്തെ അയാൾ ഇവിടെ ഹലാലാക്കുകയാണ്. അങ്ങനെ ചെയ്താൽ നീ ഒന്ന് പുറത്തു പോകും. അങ്ങനെ ഒരു പാപത്തെ ഹലാലായി കാണാത്ത കാലത്തോളം ഒരു വ്യക്തിയെ, ഒരാളെയും നമുക്ക് കാഫിർ എന്ന് മുദ്ര കുത്താൻ പറ്റില്ല. മാത്രമല്ല, വ്യക്തികളെ നിർണയിച്ച് ഇന്ന ആളുകളൊക്കെ കാഫിറുകളാണ് എന്ന് വ്യക്തികളെ നിർണയിച്ച് കാഫിറാക്കുന്ന രീതി തന്നെ ഇസ്ലാമിലില്ല. മൊത്തത്തിൽ ഇന്ന കാര്യങ്ങൾ കുഫ്റാണെന്ന് പറയാം, ഈ കാര്യങ്ങളൊക്കെ കുഫ്റാണ് എന്ന് പറയാം. അല്ലാതെ ഇന്ന വ്യക്തി കാഫിറാണ്, ഇന്ന വ്യക്തി മുശ്രിക്കാണ്, അങ്ങനെ വ്യക്തികളെ നിർണയിച്ചുകൊണ്ട് കുഫ്റും ശിർക്കും പറയാനുള്ള അധികാരം നമുക്കില്ല. നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിലും അത് ഹലാലാണ് എന്ന് ഹലാലാക്കുന്ന രീതിയിലാണെങ്കിലല്ലാതെ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ കാലത്ത് കൊടിയ കുഫറിന്റെ ആശയങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകളുണ്ട്. ജഹ്മിയാക്കൾ എന്നാണ് അവരെ പറയുക. പക്ഷേ ആ ജഹ്മിയാക്കളെ കുറിച്ച് അദ്ദേഹം അവർ കാഫിറുകളാണ്, അവരെ വ്യക്തികളെ നിർണയിച്ചവർ കാഫിറുകളാണ് എന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞിട്ടില്ല. ഇവിടെ ഇസ്ലാമിന്റെ നിലപാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തത്വത്തിൽ പറയുന്ന എല്ലാ ആളുകളെയും ഇസ്ലാമിന്റെ വൃത്തത്തിലെ ഒരു കണ്ണിയായിട്ടാണ് എണ്ണുക. അതല്ലാതെ അവൻ കുഫർ ചെയ്ത് കാഫിറാണെന്ന് അവനെ ചാപ്പയടിക്കുക, ചാപ്പ കുത്തുക, അതല്ല ചെയ്യുക. മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു ഒരു യുദ്ധമാണ്. യുദ്ധം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ശത്രുവിനെ വെട്ടാൻ ഇങ്ങനെ വാളിങ്ങോട്ട് ഓങ്ങിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു ശത്രു. ഉസാമ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മനസ്സിലാക്കിയത് ഇദ്ദേഹം വാള് പേടിച്ചിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത്, വെട്ടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി വെട്ടി കൊലപ്പെടുത്തി. പ്രശ്നം യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരണം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. റസൂലുള്ളാഹി ചോദിച്ചത്, നീ അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നു നോക്കിയോ, നീ അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നു നോക്കിയോ, നിനക്കറിയാം എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത് എന്ന്. അഫലാ ശഖഖ്ത ഖൽബ, നീ അദ്ദേഹത്തിന്റെ ഹൃദയം പിളർന്നു നോക്കിയോ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരാളെ, അയാൾ മുശ്രിക്, അയാൾ ശിർക്ക് ചെയ്യുന്നവൻ, കാഫിർ എന്ന് പറയും. അങ്ങനെ വ്യക്തികളെ നിർണയിച്ച് കുഫറിന്റെ മുദ്ര ചാർത്തുന്നത് അത് ദീനിനെതിരാണ്. ഇതിനർത്ഥം ശിർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ശിർക്കാണെന്ന് പറയണ്ട എന്നല്ല, ഇന്ന കാര്യങ്ങളൊക്കെ ശിർക്കാണെന്ന് പറയാം. അത് വേറെ. ശിർക്ക് ചെയ്യുന്ന ഇങ്ങനെയുള്ള വ്യക്തികളെ അയാൾ മുശ്രിക് എന്ന് വ്യക്തികളെ നിർണയിച്ചുകൊണ്ട് മുശ്രിക് എന്ന് പറയുന്ന രീതി അത് അഹ്ലുസുന്നയുടെ രീതിയല്ല. അത് പല ആളുകളും ചെയ്യാറുണ്ട്. കക്ഷിഭേദമന്യേ പലരിലും അത് കാണാം. ആര് ചെയ്താലും അത് ശരിയല്ല. ഇതാണ് ദീനുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതിനർത്ഥം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ന കാര്യങ്ങൾ ശിർക്കാണ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ്, പറയണം, ശക്തമായി പറയണം. പക്ഷേ അത് ഇന്ന വ്യക്തി, അത് ചെയ്യുന്ന ഇന്ന വ്യക്തി, അയാൾ മുശ്രിക്, അയാൾ നരകത്തിൽ
എന്നോ അയാൾ ഇന്ന വ്യക്തിയെ നിർണയിച്ചുകൊണ്ട് ഒരാളെ സ്വർഗത്തിൽ നിന്നും പറയാൻ വയ്യ, നരകത്തിലെന്നും പറയാൻ വയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ആൾ സ്വർഗത്തിലാണെന്ന് പേരെടുത്ത് പറഞ്ഞ ആളുകളെ കുറിച്ച് നമുക്ക് പറയാം. മറ്റു മൊത്തത്തിൽ പറയാം, വിശ്വാസികൾ മുഴുവനും സ്വർഗത്തിൽ, അവിശ്വാസികൾ മുഴുവനും നരകത്തിൽ എന്നിങ്ങനെ ആമായി പറയുക എന്നതല്ലാതെ പറ്റില്ല എന്നതാണ് ഇത് സംബന്ധമായി പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ അബദ്ധത്തിൽ വരുന്നവരുണ്ട്, അബദ്ധത്തിൽ പറഞ്ഞു പോകുന്നവരുണ്ടാകും. അതൊക്കെ ഞാൻ പറയുന്നതല്ല, പണ്ഡിതന്മാർ പറയുന്നതാണ്. തൗബയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണാം. ഒരാള് തൗബ ഒരടിമ തൗബ ചെയ്താൽ അല്ലാഹു തആല അത് ഏറെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന് ഏറെ സന്തോഷമുള്ള കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസില് റസൂലുള്ളാഹി ഒരു ഉപമയിലൂടെ പറയാണ്, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. അയാളുടെ വാഹനപ്പുറത്താണ്, മൃഗമാകണ അദ്ദേഹത്തിന്റെ വാഹനം, ആ വാഹനപ്പുറത്താണ് അയാളുടെ ഭക്ഷണം പാനീയം എല്ലാം ഉള്ളത്. അദ്ദേഹം യാത്രാക്ഷീണം കൊണ്ട് ഒരു മരച്ചുവട്ടിൽ കിടന്നു വിശ്രമിച്ചു. അദ്ദേഹം ഉറങ്ങിപ്പോയിരുന്നു. ഉണർന്നു നോക്കുമ്പോൾ മൃഗത്തെ കാണാനില്ല. അപ്പൊ അയാൾ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ കഴിയുക. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വാഹന മൃഗം ഒന്നും നഷ്ടപ്പെടാതെ, ഭക്ഷണവും പാനീയവും ഒന്നും നഷ്ടപ്പെടാതെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ അന്ത അബ്ദി വഅന റബ്ബുക, അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ് എന്ന വ്യക്തി പറഞ്ഞു. ശരിക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഈ വാചകം പറഞ്ഞാൽ ദീനൊന്ന് പുറത്തു പോകും. അല്ലാഹുവേ നീയാണ് എന്റെ അടിമ, ഞാനാണ് നിന്റെ റബ്ബ് എന്ന് മനസ്സറിഞ്ഞിട്ടാണ് ഈ പ്രസ്താവനയെങ്കിൽ ദീനൊന്ന് പുറത്തു പോകും. ഇത് അബദ്ധമാണ്, അബദ്ധം പിണഞ്ഞതാണ്. അങ്ങനെയുള്ള അബദ്ധം പിണഞ്ഞത് കൊണ്ടൊന്നും ഒരാളെ മുശ്രിക്, കാഫിർ എന്ന മുദ്ര കുത്താൻ പാടില്ല എന്ന് ഇതുപോലെയുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശിർക്കിനെതിരെ ശക്തമായി നമ്മൾ പറയണം, തൗഹീദ് ശക്തമായി പറയണം. പക്ഷേ വ്യക്തികളെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, വ്യക്തികളെ നിർണയിച്ച് മുഅയ്യനായ നിലക്ക് അയാൾ കാഫിർ, അയാളുടേത് അമ്പലം, അയാൾ പൂജാരി, ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ അത് സലഫിന്റെ രീതി അല്ല. അക്കാര്യം നമ്മൾ നമ്മുടെ സജീവമായ ശ്രദ്ധയിൽ ഉണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ശരിയാമിതം പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ രോഗികളായ പല സഹോദരങ്ങളുമുണ്ട്, പലരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم اجرنا من النار. اللهم احينا على الكتاب والسنة ومتنا مع الإيمان والتوبة يا أرحم الراحمين.